വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5/6/2015 നടന്ന ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ് VHC ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 106/2015. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോസസ്ഡ് ഡാറ്റ ഈസ് കോൾഡ് വാല്യൂ, ഇൻഫോർമേഷൻ, സമ്മറി, പ്രോഗ്രാം. അപ്പോൾ പ്രോസസ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്കാനർ ഈസ് എ ഡാഷ് ഡിവൈസ്. പ്രൈമറി ഡിവൈസ്, ഔട്ട്പുട്ട്, ഇൻപുട്ട്, സെക്കൻഡറി ഡിവൈസ്. സ്കാനർ എന്ന് പറയുന്നത് നമ്മൾ എന്താ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു, അതൊരു ഇൻപുട്ട് ആയിട്ടാണ്. അപ്പോൾ സ്കാനർ ഈസ് എ ഇൻപുട്ട് ഡിവൈസ്. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ ഈസ് ഓപ്ഷൻ എ, compiler checks the code as a whole and interpreter checks line by line of the code. Option B, interpreter checks the code as a whole and compiler checks line by line of the code. C, compiler used to find syntax errors while interpreter used to find runtime error. Option D, interpreter used to find syntax error while compiler used to find runtime error. അപ്പോൾ ഒരു കമ്പൈലറിൻ്റെയും ഇൻ്റർപ്രറ്ററിൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കമ്പൈലർ എന്ന് പറയുന്നത് ഒരു കോഡിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഹോൾ കോഡിനെയാണ് ചെക്ക് ചെയ്യുന്നത് എങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത് ആ ഒരു പ്രോഗ്രാം ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് കമ്പൈലർ ചെക്സ് ദ കോഡ് ആസ് എ ഹോൾ ആൻഡ് ഇൻ്റർപ്രറ്റർ ചെക്സ് ലൈൻ ബൈ ലൈൻ ഓഫ് ദി കോഡ്. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് XP, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അഡോബ് റീഡർ, അഡോബ് പേജ് മേക്കർ. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് XP ആണ്. ഇവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എന്താണ്, അത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അഡോബ് റീഡർ എന്ന് പറയുന്നത് നമുക്ക് PDF വ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ പ്രോഗ്രാമാണ് അഡോബ് റീഡർ എന്ന് പറയുന്നത്. അഡോബ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തതാണ് അഡോബ് റീഡർ. അതുപോലെ തന്നെ അഡോബ് റീഡറും അഡോബ് അക്രോബാറ്റും ഉണ്ട് അല്ലേ. അക്രോബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് പെയ്ഡ് വേർഷനാണ്. പെയ്ഡ് വേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫങ്ഷണാലിറ്റീസ് അതിലുണ്ടായിരിക്കും. എഡിറ്റ് ചെയ്യാനും അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, പ്രിൻറ്റ് ചെയ്യാനൊക്കെയുള്ള ഡിഫറെൻറ്റ് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൂടി ഉള്ളതാണ് അക്രോബാറ്റ് എന്ന് പറയുന്നത്. അത് ഫ്രീ വേർഷനാണ് അഡോബ് റീഡർ എന്ന് പറയുന്നത്. ഇനി പേജ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അഡോബ് സിസ്റ്റത്തിൻ്റെ തന്നെയാണ്. ബ്രോഷേഴ്സ് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡോബ് പേജ് മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി, ഹാർഡ് ഡിസ്ക്, DVD, CD, RAM. ഇതിൽ വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് ഏതാണ്, RAM ആണ് അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് വോളറ്റൈൽ, എന്താണ് നോൺ വോളറ്റൈൽ എന്നൊക്കെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മൗസ് ഈസ് ഇൻവെൻറ്റഡ് ബൈ ഓപ്ഷൻ 1 ചാൾസ് ബവേജ്, ഡഗ്ലസ് എംഗൽബർട്ട്, അലൻ ട്യൂറിംഗ്, ജോൺ മെക്കാർത്തി. അപ്പോൾ മൗസ് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി ചാൾസ് ബവേജ് എന്താണ്, ചാൾസ് ബവേജ് നമ്മുടെ ഫാദർ ഓഫ് കമ്പ്യൂട്ടറാണ്. ചാൾസ് ബവേജ് ഫാദർ ഓഫ് കമ്പ്യൂട്ടറാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, നമ്മൾ ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ, അലൻ ട്യൂറിംഗ്. ഓക്കെ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ചാൾസ് ബവേജ് ആണ്. ചാൾസ് ബവേജ് തന്നെയാണ് അനലിറ്റിക്കൽ കമ്പ്യൂട്ടർ ഫൈൻഡ് ഔട്ട് ചെയ്തത്, ഇൻവെൻറ്റ് ചെയ്തത്. അതുപോലെ ഡിഫറൻസ് എൻജിൻ, അതുപോലെ അനലിറ്റിക്കൽ എൻജിൻ, ഇത് രണ്ട് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന ആര് തന്നെയാണ്, ചാൾസ് ബവേജ് തന്നെയാണ്. നെക്സ്റ്റ് വൺ ആണ് ജോൺ മക്കാർത്തി. ജോൺ മക്കാർത്തി എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടറാണ് ജോൺ മക്കാർത്തി, ഫേമസ് ആണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നമുക്കറിയാം 5th ജനറേഷനിൽ വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൗണ്ടറാണ്, വൺ ഓഫ് ദ ഫൗണ്ടേഴ്സാണ് ആര്, ജോൺ മക്കാർത്തി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വേറൊന്ന് പറയാനുള്ള ഇപ്പോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ജോൺ വോൺ ന്യൂമാൻ എന്ന് പറയുന്നത് ആരാണ്, വോൺ ന്യൂമാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടറാണ് ആൻഡ് വോൺ ന്യൂമാൻ്റെ. ഓക്കെ, ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് വോൺ ന്യൂമാൻ ആയിരുന്നു. വോൺ ന്യൂമാൻ മോഡലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻപുട്ട് ഡിവൈസ് യൂസ് ടു റീഡ് ചെക്സ് ഇൻ ബാങ്ക്.
ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓപ്ഷൻ എ MICR, ഓപ്ഷൻ ബി OCR, ഓപ്ഷൻ സി OMR, ഓപ്ഷൻ ഡി ബാർകോഡ് റീഡർ. അപ്പോൾ ഒരു ചെക്കിൻ്റെ ബാങ്കിലെ ചെക്കിനെ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഏതാണ്? MICR ആണ് അല്ലേ. അപ്പോൾ MICRൻ്റെ ഫുൾ ഫോം എന്താ? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. അതായത് ഇത് സ്പെഷ്യൽ ടൈപ്പ് ഇങ്കാണ്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു പെർട്ടിക്കുലർ പേപ്പർ, അതിപ്പം ബാങ്ക് ചെക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പർ ആയിക്കോട്ടെ, അതിൻ്റെ ലെജിറ്റിമസി അതിൻ്റെ ഒറിജിനാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ MICR എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള ഇങ്ക് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് സെൻസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒറിജിനൽ ആണോ അല്ലയോ എന്ന് നമുക്കതിൻ്റെ ഒരു ചെക്ക് ക്ലിയറൻസിനും കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഏത്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഇനി വേറെ നോർമലായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഓക്കെ, അതുപോലെ OMR എന്ന് പറയുന്നത് മാർക്ക് റെക്കഗ്നിഷൻ, ഒപ്റ്റിക്കൽ മാർക്ക് റെക്കഗ്നിഷൻ ആണ്. അത് നമുക്കറിയാം, നമ്മുടെ OMR ഷീറ്റ് എന്ന് പറയുന്ന ബബിൾസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, അത് ക്യാരക്ടേഴ്സ് അല്ല മറിച്ച് ബബിൾസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ദെൻ ബാർകോഡ് റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബാർകോഡൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാർകോഡ് റീഡർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? MICR. നെക്സ്റ്റ് വൺ, CD ഈസ് കമ്പൈൻഡ് ഡിസ്ക്, കോസ്മെറ്റിക് ഡിസ്ക്, കാഷ്വൽ ഡിസ്ക്, കോമ്പാക്ട് ഡിസ്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ്? കോമ്പാക്ട് ഡിസ്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ്, മൈക്രോഫോൺ, പ്ലോട്ടർ, ജോയ്സ്റ്റിക്, ലൈറ്റ് പെൻ. മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസാണ്, പ്ലോട്ടർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസാണ്, ജോയ്സ്റ്റിക് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസാണ്, ലൈറ്റ് പെന്നും ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പ്ലോട്ടറാണ്. നെക്സ്റ്റ് വൺ, LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലിബറൽ സർക്യൂട്ട് ഡിസ്പ്ലേ, ലൈറ്റ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, ലൈറ്റ് സർക്യൂട്ട് ഡിസ്പ്ലേ. ഇപ്പോൾ LCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ സെക്കൻഡറി മെമ്മറി, RAM, ROM, CD, ഓൾ ഓഫ് ദി എബോവ്. അപ്പോൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ് വരുന്നത്? CD അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് CD ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് വേർഡ്, PROM, DRAM. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ 2-3 പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡീബഗിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് എറേഴ്സ്, കൺവേർട്ടിംഗ് സോഴ്സ് കോഡ് ടു മെഷീൻ കോഡ്, റൈറ്റിംഗ് കോഡ് ഇൻ എ ലാംഗ്വേജ്, കൺവേർട്ടിംഗ് സോഴ്സ് കോഡ് ടു അസംബ്ലി കോഡ്. അപ്പോൾ ഫൈൻഡിങ് എറേഴ്സ് ആണ് ഡീബഗിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം എറേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബഗ് എന്ന് പറയുന്നു. അപ്പോൾ ഫൈൻഡിങ് എറേഴ്സ് ആണ് ഡീബഗിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സോഴ്സ് കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുന്നത് ഏതാണ്? അത് ആ പ്രോസസ്സാണ് എന്ത്? കമ്പൈലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ബൈനറി ലാംഗ്വേജ്, ലോട്ടസ്, ബേസിക്. അപ്പോൾ മെഷീൻ ലാംഗ്വേജിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ബൈനറി ലാംഗ്വേജ് ആണ്. ഓക്കെ, ലോട്ടസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ ബേസിക് എന്ന് പറയുന്നതും ഒരു 3rd ജനറേഷൻ ലാംഗ്വേജ് തന്നെയാണ്. ബേസിക്കിൻ്റെ ഫുൾ ഫോം എന്താ? ബേസിക്, ബിഗിനേഴ്സ്, all purpose symbolic instruction code. ബിഗിനേഴ്സ് ഓൾ പർപ്പസ് സിംബോളിക് ഇൻസ്ട്രക്ഷൻ കോഡാണ് എന്ത്? ബേസിക് എന്ന് പറയുന്നത്. നമ്മൾ ജനറേഷൻ പഠിച്ച സമയത്ത് 3rd ജനറേഷൻ നമ്മൾ ഏത് പറഞ്ഞിരുന്നു? ബേസിക് പറഞ്ഞിരുന്നു. പക്ഷെ അതിൻ്റെ ഫുൾ ഫോം നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനതൊന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഫോർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ലിനക്സ്, ഇൻ്റർപ്രെറ്റർ, അസംബ്ലർ, മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. ലിനക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇൻ്റർപ്രെറ്ററും അസംബ്ലർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ ഇതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പെടുന്നതാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോൾ ഇത്രയാണ്
ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.